ഒരു കാര്യം പറഞ്ഞു. അശ്വിൻ ക്യൂവിൽ വന്നതിന് ശേഷം കുറച്ച് പടങ്ങളൊക്കെ ഇങ്ങനെ ലൈനപ്പ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്യൂവിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ പാലമ്പഴവും ഒരുപക്ഷെ അശ്വിനും കൂടെ ശ്രദ്ധിക്കാൻ പറ്റും. കാരണം ഇപ്പോൾ മോഹൻലാൽ, മമ്മൂക്ക, ദിലീപ് ഏട്ടൻ ഇങ്ങനെ ഒരുപാട് പേരുടെ നായികയായതാണ് മീര ജാസ്മിൻ. ഇപ്പോൾ ദേ അശ്വിൻ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഇല്ലേ അശ്വിൻ? ഭയങ്കര സന്തോഷമാണ്. ചേട്ടനിപ്പോ പറഞ്ഞ പോലത്തെ ഈ ലിസ്റ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ വലിയ സന്തോഷമാണ് എനിക്ക്. അതുപോലെ തന്നെ ഭയങ്കര സന്തോഷം തോന്നിയ VKP സാറ് എന്നെ ആദ്യം വിളിച്ചു. ഒരു ഡയറക്ടർ, ഇത്രയും സീനിയർ ആയ ഒരു ഡയറക്ടർ നമ്മളെ പോലെ ഒരാളെ ആദ്യം വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞത്, അശ്വിൻ എനിക്ക് അശ്വിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, കഥ വന്ന് കേൾക്കൂ, വന്ന് ചെയ്യാൻ നല്ല പറഞ്ഞ് കഥ വന്ന് കേൾക്കൂ, കഥ ഇഷ്ടപ്പെട്ടാൽ ചെയ്യൂ. അതാണ് ആ പോയിന്റ്, അതാണ് ആ റെസ്പെക്ട് എന്ന് പറയുന്ന പോയിന്റ്. ആ സ്ക്രീൻ പ്ലേ വന്ന് കേക്ക്, നമുക്ക് ഇഷ്ടപ്പെട്ട വാ, നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാം. പ്രഷർ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. ആ പോയിന്റ് കാരണം എന്നെ പോലെ ഒരാളുടെ അടുത്ത് അങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ പ്രഷർ ആവും. പുള്ളി വിളിച്ചു എങ്ങനെയാണ് നമ്മൾ എങ്ങനെ പറയുക എന്നൊക്കെ, അങ്ങനെയല്ല നമ്മളോട് സംസാരിച്ചത്. അപ്പം ഞാൻ അവിടെ പോയി ഈ സബ്ജക്റ്റ് കേൾക്കുമ്പം എൻ്റെ ഹീറോയിൻ മീര ജാസ്മിൻ ആണെന്ന് പറയുമ്പം ഉറപ്പായിട്ടും നമുക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അതൊന്നും പുറത്ത് റിയാക്ട് ചെയ്യാതെ ഞങ്ങൾക്ക് അതെല്ലാം കേട്ട് പിന്നെ കൂട്ടുകാരുടെ അടുത്ത് വന്നിട്ട് കറടാ എൻ്റെ അടുത്ത പടത്തിന് നായിക മീര ജാസ്മിൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനമാണ് അതിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ്. ഞാൻ ഭയങ്കരമായിട്ട് അതെന്നും എൻ്റെ മൈൻഡിലുണ്ട്. എനിക്ക് എന്നോട് കഥ പറഞ്ഞത്, മീര ജാസ്മിൻ അഭിനയിക്കുന്നത് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ചേച്ചിയുടെ കൂടെ അഭിനയിക്കുന്നത് എല്ലാം ഭയങ്കര സന്തോഷം. അടിപൊളി. ഈ രണ്ടുപേരോടും ഒരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇത്രയും എനർജി ഇങ്ങനെ കീപ്പ് ചെയ്യുന്നതിൻ്റെ ഇത് എന്താണ്? ഇതിൻ്റെ രണ്ടുപേർക്കും രണ്ട് മെത്തേഡായിരിക്കും ഉണ്ടാവുക. VKPയുടെ ഈ എനർജിയുടെ പിന്നിൽ എന്താണ്? ഭയങ്കര അപ്ഡേഷനാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള ആഗ്രഹം, താല്പര്യം. കാരണം നമ്മൾ ഇഷ്ടമുള്ള ജോലിയല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ചെയ്യുമ്പോൾ ഞാൻ അധികം എന്നെ ടോർച്ചർ ചെയ്യാതെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സോ ദാറ്റ് ഈസ് എപ്പോഴും നമ്മളൊരു എനർജി ഉണ്ടെങ്കിൽ, എനർജി എപ്പോഴും നമ്മൾ പാസ് ചെയ്യുമ്പോൾ അതേപോലെ മറ്റുള്ളവരുടെ നമുക്ക് ആ എനർജിയും കിട്ടുമ്പോൾ ഇറ്റ് ബിക്കംസ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ആ പോസിറ്റിവിറ്റി വരോടെ, ആ പോസിറ്റിവിറ്റിയിലാണ് നല്ല സൃഷ്ടികളൊന്നും ഉണ്ടാകുന്നത്. പറഞ്ഞ പോലെ കമേഴ്ഷ്യൽ സക്സസ് ആൻഡ് അതൊക്കെ ഡിഫറെൻറ്റ്. പക്ഷെ ദ ക്രിയേഷൻ ഈസ് നത്തിങ് കണക്റ്റഡ് വിത്ത് കമേഴ്ഷ്യൽ. ക്രിയേഷൻ ഈസ് എ ക്രിയേഷൻ വിച്ച് ഗിവ്സ് യു ഹാപ്പിനെസ്. ആ ഹാപ്പിനെസ് ആണ് നമുക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. കാരണം ചേച്ചിയുടെ കാര്യത്തിൽ എങ്ങനെയാണ്? ചേച്ചി ഞാൻ പറഞ്ഞില്ലേ, ചില്ല് ക്രഷ്, ചേച്ചി ക്രഷ് ചെയ്തു. പക്ഷേ ഇപ്പോ സാധാരണ സിനിമയിൽ ശാന്തികൃഷ്ണ മാമിന്റെ ഒരു ഇമേജ് ഉണ്ടല്ലോ, നമ്മൾ കണ്ടുവന്ന ഒരു ഇമേജ്, അതല്ല ഈ സിനിമയിൽ. ദാറ്റ് ഈസ് വാട്ട് മോർ ഇൻട്രസ്റ്റിംഗ് തിങ് ഇൻ ദിസ്. കുറച്ചൊരു അത് നമുക്ക് ഒരു ഡയറക്ടറിന്റെ ആർട്ടിസ്റ്റാണ് ഞാൻ. ബേസിക്കലി ഡയറക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് മനസ്സിലാക്കി അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് VKP പോലെ ഇത്രയും എനർജിയും ദ വേ ഹി എക്സ്പ്ലെയിൻസ് പറഞ്ഞ പോലെ ഒരു പ്ലേ ആണ് ആദ്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമ്മൾ അത് ചെയ്തു വരുമ്പോൾ അപ്പോഴായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇട്ട് തരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മീരയായിരിക്കും എന്തെങ്കിലും ചെയ്യുന്നത്. സോ അത് ആ ഒരു വൈബ് ഉണ്ടല്ലോ, ആ ഒരു രണ്ടുപേരും കൂടി ഉള്ള ഒരു കെമിസ്ട്രി ഉണ്ടാവും. അത് കണ്ടിട്ടാണ് പിന്നെ ഹി വിൽ ബി ബിഹൈൻഡ് ദ മോണിറ്റർ ചിലപ്പോൾ. അപ്പോൾ അത് കണ്ടിട്ട് പിന്നെ പറഞ്ഞ പോലെ കട്ട് ചെയ്യേണ്ട, നമ്മൾ ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് പറയും. അപ്പൊ ഞങ്ങൾക്ക് അപ്പോൾ ഇറ്റ് ക്രിയേറ്റ് മോർ ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് എനർജി ഇവിടുന്ന് ഡയറക്ടറിൽ നിന്നും വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എല്ലാവർക്കും അതിനോടുള്ള പാഷൻ കൂടും, അഭിനയിക്കാനും ഇതും എല്ലാം. സോ ആ രീതിയിൽ ഈ ടീം വർക്ക് വാസ് എക്സലന്റ്. ഒരുപാട് ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ചേച്ചി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ചേച്ചി അക്കാര്യത്തിൽ അതല്ല, മീരയുടെ കാര്യത്തിലും ഐ ജസ്റ്റ് ഓൾവേസ് എവരിബഡി ടോക്സ് അബൌട്ട് ഹർ ആക്ടേഴ്സ് ഹു ഹാസ് വർക്ക്ഡ് വിത്ത്. ഷീ ഹാസ് വർക്ക്ഡ്, ബട്ട് ഷീ ഹാസ് വർക്ക്ഡ് വിത്ത് വൈബ്രന്റ് ഓഫ് ഡയറക്ടേഴ്സ്. അതാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യം. കാരണം ഷീ ഹാസ് വർക്ക്ഡ് വിത്ത് ലെജൻസ് ഓഫ് ഡയറക്ടേഴ്സ്, കിഡിലൻ ഡയറക്ടേഴ്സ്. സോ അങ്ങനെ ഒരു ആക്ടറെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ദാറ്റ്സ് എ ഡിഫറെന്റ് പ്ലഷർ ടു വർക്ക് വിത്ത്. ഒരു ക്യാരക്ടറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ പല ക്യാരക്ടേഴ്സ് കണ്ടിട്ടുണ്ട്. അതിലൊരു നെഗറ്റീവ് ഷെയ്ഡിൽ വരുന്നതാണ് പക്ഷേ രാജലക്ഷ്മി. പക്ഷേ ഈ രാജലക്ഷ്മി അവിടെ രാജലക്ഷ്മിയുടെ നന്മ പുറത്തു വരുമ്പോൾ സിനിമയിൽ ശരിക്കും അത് തിന്മയായിട്ടും മറ്റു രണ്ടുപേർക്കും വിലങ്ങുതടിയായിട്ടും വരുന്നതാണ്. അത് ഒരാളുടെ നന്മ മറ്റൊരാൾക്ക് വിലങ്ങടി വരുന്ന ഒരു ക്യാരക്ടറാണ്. ഭയങ്കര റൈറ്റിംഗ് അല്ലേ അത്? ആ പടം സത്യം പറഞ്ഞാൽ അതിനു മുമ്പ് ഞാൻ ഐ തിങ്ക് ഇറ്റ് വാസ് ചെങ്കോൽ. അപ്പോ മോഹൻലാലിന്റെ കൂടെ ചെങ്കോലിലെ അമ്മായിമ്മയാണ്.
അത് ഞാൻ ആക്ച്വലി സിബിയും ലോഹിത് ചേട്ടന്റെ ഒരു കോമ്പിനേഷൻ ആ പറഞ്ഞ അവരെന്നെ വിളിച്ചപ്പോൾ അവര് സവിധം കഴിഞ്ഞിട്ടാണ് അവരെന്നെ ഇതിനെ വിളിക്കുന്നത്. അവര് വിചാരിച്ചത് ശാന്തികൃഷ്ണ അതിലെ മുടിയിലെ നരയൊക്കെ ഇട്ടിട്ട് മാധുവിന്റെ സുനിതയുടെ അമ്മയായിട്ടൊക്കെ അഭിനയിച്ചല്ലോ, അപ്പൊ പിന്നെ നമുക്ക് ഇതിലും ഹീറോയിന്റെ അമ്മയായിട്ട് നമുക്ക് വിളിക്കാം എന്ന ലൈനിലായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് അതൊന്നും ചിന്തിച്ചില്ല, എന്ത് ക്യാരക്ടറാണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പൊ ഞാൻ അത് ഓക്കെ പറയുകയും ചെയ്തു, ആ പടത്തിൽ അഭിനയിക്കാൻ പോവുകയും ചെയ്തു. അവിടെ ചെന്നിട്ട് സെറ്റിൽ വരുമ്പോഴാണ് ഞാൻ അങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്ത് ഞാനും മോഹൻലാലും കൂടിയുള്ള കോമ്പിനേഷൻ നിൽക്കുമ്പോഴാണ് മോഹൻലാൽ എന്നെ നോക്കിയിട്ട് അമ്മായിമ്മയല്ലേ എന്ന് പറഞ്ഞ്. അത് കേട്ടപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ശരിയാണല്ലോ എന്ന് റിയലൈസ് പോലും ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം ആ സെറ്റിൽ വെച്ചിട്ടാണ് പിന്നെ ലാൽ എന്നോട് ചോദിക്കുന്നത്, പക്ഷേ എന്ന് പറഞ്ഞ പടം ചെയ്യാൻ പോവാണ്, അതിൽ എന്റെ വൈഫിന്റെ ക്യാരക്ടർ ഉണ്ട്, ശാന്തി ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാം. അല്ല നെഗറ്റീവ് ആട്ടോ അതിൽ കുറച്ച് ഇത്. ഞാൻ പറഞ്ഞു അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ബിക്കോസ് ഐ വാണ്ടഡ് എ ചേഞ്ച് ഓൾസോ. എപ്പോഴും നമ്മൾ അതേപോലെ ചെയ്യണ്ട. ആൻഡ് ആ രീതിയിൽ ഐ വാസ് വെരി ബ്ലെസ്ഡ്. കാരണം എന്താ വെച്ചാൽ മലയാളം ഓഡിയൻസ് എന്നെ ആ രീതിയിൽ അക്സെപ്റ്റും ചെയ്തു. ഒരു അമ്മായിയമ്മയായിട്ട് അഭിനയിച്ചിട്ടും അമ്മയായിട്ട് അഭിനയിച്ചിട്ടും ലാലിന്റെ വൈഫായിട്ടും കാമുകിയായിട്ടും ഒക്കെ അഭിനയിച്ചു. സോ ആ രീതിയിൽ ഏറ്റവും വലിയ ഒരു ഡയറക്ടോറിയൽ അദ്ദേഹത്തിന്റെ ഫാനാണ് ഞാൻ. ആ ഫിലിം മേക്കറുടെ പക്ഷേ എന്നുള്ള ഫിലിം ചെയ്ത ഫിലിം മേക്കറുടെ ഫാനാണ് മോഹൻ സാർ. ഏറ്റവും കൂടുതൽ മലയാളത്തിൽ മനോഹരമായിട്ടുള്ള സിനിമ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്. പക്ഷേ അണ്ടർ റേറ്റഡ് ആണ്. മംഗളം നേരുന്നു ഞാൻ ആദ്യം മോഹൻ സാർ രചന വിട പറയും മുമ്പേ പിന്നെ മൂവീസ്, ആ തീർത്ഥം, ഇടവേള, ഇളക്കങ്ങൾ, 2 പെൺകുട്ടികൾ, ഫസ്റ്റ് ലെസ്ബിയൻ സിനിമ ഇൻ ഇന്ത്യ ഡൺ ബൈ മോഹൻ സാർ. വീട്ടിൽ നന്ദകുമാറിന്റെ നോവലാണ് 2 പെൺകുട്ടികൾ. സോ ബ്യൂട്ടിഫുൾ. ഐ ആം എ ബിഗ് ഫാൻ ഓഫ്. ചേച്ചി പറഞ്ഞപ്പോൾ ചെങ്കോലിനെ കുറിച്ച് കൂടെ പറഞ്ഞപ്പോൾ സത്യത്തിൽ കിരീടത്തിലെ സേതുമാധവൻ കത്തി താഴെയിടാത്തത് കൊണ്ട് സേതുമാധവന്റെ ജീവിതം പൊലിയുന്നത് പോലെ തന്നെ ഒരാളുടെ ജീവിതവും കൂടെ അതിനകത്ത് സങ്കടപ്പെടുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ ജോസിന്റെ ഭാര്യയായിട്ടുള്ള ശാന്തികൃഷ്ണൻ, അവരുടെ മുഖത്ത് ഭയങ്കര ഒരു ദാരുണമായ ഒരു ഭാവമുണ്ട്. കാരണം ഈ തീവ്രത ഒക്കെ അനുഭവിക്കുന്ന സേതുമാധവൻ മരിക്കുന്നുണ്ട്, പക്ഷെ സേതു കത്തി താഴെയിടാത്തത് കൊണ്ടുള്ള ആ ഒരു സങ്കടം ഏറ്റവും കൂടുതൽ പിന്നെ അനുഭവിക്കുന്ന ഒരാൾ അച്യുതൻ നായർ അല്ലാതെ അനുഭവിക്കുന്നത് ജോസിന്റെ ഭാര്യയാണ്. ശരിക്കും ആ ക്യാരക്ടർ ഭയങ്കര രസമല്ലേ ചേച്ചി? അത് ഭയങ്കര ഡെപ്തിൽ വായിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും കിരീടത്തിലെ ഏറ്റവും ഒരു വില്ലനായിട്ട് അഭിനയിച്ച ഒരു ആളുടെ ഭാര്യയായിട്ടുള്ള ക്യാരക്ടറും എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമായിരുന്നു. കാരണം ഒരു മെയിൻ പ്രൊട്ടാഗണിസ്റ്റിന്റെ ഒരു വൈഫായിട്ടല്ലല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ ആൾക്കാർ എങ്ങനെ അത് കാണും? അപ്പൊ അവർക്ക് ബേസിക്കലി ദേ വാണ്ടഡ് ആൻ ആർട്ടിസ്റ്റ് ഹൂ പറഞ്ഞ പോലെ ഈ ഒരു ഇമേജും കൂടി ഒരു പാവം ഇമേജ് ആയിരുന്നു ആ രീതിയിൽ. അപ്പോൾ ഇവരും അങ്ങനെ ആവണം എന്നൊരു മൈൻഡിലും അവർക്ക് ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞു, ആ സമയത്ത് ലോഹിത് ചേട്ടന് സിബി മലയിലിന്റെ പടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഓക്കെ പറയുകയും ചെയ്തു. വേറെ ഒന്നും ഞാൻ ചിന്തിച്ചില്ല ആ സമയത്ത്. ദേ ജസ്റ്റ് സെഡ് ഇങ്ങനെ ഈ വില്ലൻ എന്ന് പറഞ്ഞ ജോസിന്റെ ഭാര്യയായിട്ടാണ്, ഹീറോയിന്റെ അമ്മയാണ്, ആ രീതിയിൽ ഞാൻ ഓക്കെ എന്നും പറഞ്ഞു ചെയ്യുകയും ചെയ്തു. ബട്ട് ദാറ്റ് റിയലി വർക്ക്. ആ ഒരു പറഞ്ഞ പോലെ ആ ഒരു അവരുടെ ആ പെർസ്പെക്റ്റീവ് നിന്ന് കാണും ആ ക്യാരക്ടറിനെ, നമ്മൾ ആ വില്ലനെ. അപ്പോൾ സത്യം പറഞ്ഞ ഒരു സിമ്പതി വരികയും ചെയ്യാം. അതുകൊണ്ടാണ് സെക്കൻഡ് കൂടുതൽ സംസാരിക്കേണ്ടി വരുന്നത് ഫസ്റ്റിനേക്കാൾ.